വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ IBPS ക്ലർക്ക് റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. പാർട്ട് 2 ആണ് ഇത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓൾ ഗ്രീൻ ആർ യെല്ലോസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഓൾ ഗ്രീൻ ആർ യെല്ലോസ്. നോ യെല്ലോ ആർ ബ്ലാക്ക്. First conclusion, no green or black. ശരിയാണ്. അത് കഴിഞ്ഞിട്ട് second conclusion, some greens are black. അപ്പം ഒന്നുകിൽ no green or black അല്ലെങ്കിൽ some greens are black. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണേ വരാൻ പറ്റത്തുള്ളൂ. അപ്പം if either conclusion 1 or 2 follows. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഓൾ ചെയേഴ്സ് ആർ സോഫാസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓൾ ചെയേഴ്സ് ആർ സോഫാസ്. അത് കഴിഞ്ഞിട്ട് only a few sofas are bed. അത് നമുക്ക് ഇങ്ങനെ എഴുതാലോ. കൺക്ലൂഷൻ 1, some sofas are not bed. ശരിയാണ്. അടുത്ത 2, some sofas are not curtains. അതും ശരിയാണ്. സോഫാസിൽ കുറച്ച് ഭാഗം മാത്രമേ കർട്ടൺ ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ നമുക്കിവിടെ only 1 follows ഉണ്ട്. if only 1, conclusion 2 follows. if either conclusion 1 or 2 follows. if neither conclusion 1, അപ്പൊ ഇതിനകത്ത് ഏതാണ്? ഓപ്ഷൻ ഇ ആണ് വരുന്നത്. if both conclusion 1 and 2 follows, ഓപ്ഷൻ ഇ ആണ്. രണ്ടും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? if both conclusion 1 and 2 follows എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. Study the following information carefully and answer the questions given below. Point D is 10 meter north to the point P. Point P എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അവിടുന്ന് 10 meter നോർത്തിലോട്ടാണ് എന്തുള്ളത്? പോയിന്റ് D ഉള്ളത്. Point Y is 14 meter east of point D. അപ്പൊ 14 meter ഈസ്റ്റിൽ എന്തുണ്ട്? പോയിന്റ് D ഉണ്ട്. Point Q is 8 meter north of Y. Q എന്ന് പറയുന്നത് 8 meter north of point Y ആണ്. Y എവിടെ നമുക്കറിയില്ല. പോയിന്റ് Q എന്ന് പറയുന്നത് 8 meter north of point Y ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പോയിന്റ് Y is 14 meter ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ Y ആണ് ഇവിടെ. ഓക്കെ, അടുത്ത പോയിന്റ് Q is 8 meter north of point Y. അപ്പം ഇവിടെ 8 meter നോർത്തിൽ പോയിന്റ് Q ഉണ്ട്. പോയിന്റ് S is 20 meter west of point Q. പോയിന്റ് Qയിൽ നിന്ന് 20 meter വെസ്റ്റിലായിട്ടാണ് എന്തെന്ന് പറയുന്നത്? എന്തുള്ളത്? പോയിന്റ് S ഉള്ളത്. പോയിന്റ് H is 8 meter south of point S. പോയിന്റ് H എന്ന് പറയുന്നത് എത്രയാണ്? 8 meter south of point S. ഇവിടെ ആയിട്ട് H ഉണ്ട് 8 meter. What is the shortest distance between H and point D? H-ഉം പോയിന്റ് ഡിയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇതിങ്ങോട്ടേക്ക് എത്രയായിരിക്കും? 20 ആണ്. H-ഉം ഡിയും തമ്മിലുള്ളതാണ്. ഇവിടെ എത്രയാണ്? 14 ആണ്. അപ്പൊ ടോട്ടൽ എത്ര വരും നമുക്ക്? 34 വരും അല്ലെ? 34 വരും. അപ്പൊ ഇവിടെ എന്താണ്? നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നൺ ഓഫ് ദീസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. In which direction is point P with respect to point Q? പോയിന്റ് പിയും പോയിന്റ് ക്യൂവും പോയിന്റ് പി ഇവിടെയാണല്ലോ ഏറ്റവും താഴെ. പോയിന്റ് ക്യൂ ഇവിടെയാണ്. അപ്പൊ പോയിന്റ് പിയും പോയിന്റ് ക്യൂവും തമ്മിലുള്ള ഡയറക്ഷൻ ചേഞ്ച് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഡയറക്ഷനിലാണെന്നാണ്. പോയിന്റ് പി പോയിന്റ് ക്യൂവിനെ വെച്ച് നോക്കുമ്പോൾ ഏത് ഡയറക്ഷനിലാണ്? സൗത്ത് ഈസ്റ്റ് ആയിട്ടാണല്ലോ വരുന്നത്. സൗത്ത് ഈസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അവിടെ ഓപ്ഷൻ എ സൗത്ത് ഈസ്റ്റ്. താഴോട്ടാണ്, പിന്നെ ഈസ്റ്റ് സൈഡിലുമായിട്ടാണ് ക്യൂവിനെ വെച്ച് നോക്കുമ്പോൾ പോയിന്റ് പി എന്ന് പറയുന്നത്. അപ്പൊ സൗത്ത് ഈസ്റ്റ് ആയിട്ടുള്ളതാണ് ആൻസർ വരുന്നത്. സൗത്ത് ഈസ്റ്റ്. അടുത്തത് only a few coffee or tea. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? only a few coffee or tea.
എന്താണ് only a few coffee. only a few coffee എന്താണ് tea ആണ്. all tea is drinks. all tea is drinks എന്ന് പറഞ്ഞിട്ടുണ്ട്. only a few drinks are cold drinks. only a few drinks are cold drinks. കോൾഡ് ഡ്രിങ്ക്സ്. ഡ്രിങ്ക്സിൽ കുറച്ച് ഭാഗം എന്താണ് കോൾഡ് ഡ്രിങ്ക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതി. ഇത് കോഫിയാണ്, ഇത് കോൾഡ് ഡ്രിങ്ക്സ് ആണ്. കൺക്ലൂഷൻ 1. സം ടീ ഈസ് നോട്ട് കോൾഡ് ഡ്രിങ്ക്സ്. സം ടീ ഈസ് നോട്ട് കോൾഡ് ഡ്രിങ്ക്സ്. ശരിയാണ്. നോ കോഫി ആർ ഡ്രിങ്ക്സ്. നോ കോഫി ആർ ഡ്രിങ്ക്സ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇവിടെ കുറച്ച് കോഫി എന്തായിട്ട് വരുന്നുണ്ട്, ഡ്രിങ്ക്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ എന്ത് കിട്ടും നമുക്കിവിടെ? only one follows. ഈ only one follows ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ വരുന്നത്. അടുത്തത് all flowers are trees. സ്റ്റേറ്റ്മെന്റ് ആണ് all flowers. all flowers are എന്താണ്? trees ആണ്. only a few tree are garden. കുറച്ച് ട്രീയേ ഉള്ള എന്താണ്? ഗാർഡൻ ആണ്. no garden are lawns. no garden are lawns. Conclusion 1. all lawns can never be trees. എല്ലാ ലോൺസും എന്താണ്? never be trees എന്ന് പറഞ്ഞിട്ടുണ്ട്. yes, it is correct. അത് കഴിഞ്ഞിട്ട് some flowers can be garden. some flowers can be garden എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? അത് നമുക്ക് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് പറയാം. അപ്പൊ ഇതിനകത്ത് രണ്ട് ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോസ്. ഓപ്ഷൻ എ ആണ് എന്താണ്? ഈ ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അത് സ്റ്റഡി ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. 7 persons sitting in a row and are facing towards north. ഇപ്പൊ 7 പേരുണ്ട്. 1 2 3 4 5 6 7 നോർത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്നു. Not necessarily in the same order. B sit second from one of the extreme end. ഏതോ ഒരു എക്സ്ട്രീം എൻഡിൽ നിന്ന് സെക്കൻഡ് ആണ് എന്ത്? ബി ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ എൻഡിൽ നിന്നാണെന്ന് ഇവിടെ നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ട് 3 persons sit between D and B. ഡിക്കും ബിക്കും ഇടയിൽ എത്ര പേരുണ്ട്? 3 പേര്. 1 2 3. അപ്പം ഡി ഇവിടെയാണെന്ന് മനസ്സിലായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 persons sit between D and A. ഡിക്കും എക്കും ഇടയിൽ 2 പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എ ഇവിടെ എല്ലാം വരാൻ പറ്റൂ, എന്നാലും ഡിക്കും എക്കും ഇടയിൽ 2 പേര് വരത്തുള്ളൂ. അത് കഴിഞ്ഞ് സി സിറ്റ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ. സി സിറ്റ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ രണ്ടാമതൊരു കണ്ടീഷനും കൂടെ വരയ്ക്കാം. 7 പേരുണ്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബി സിറ്റ് സെക്കൻഡ് ദ ഫ്രം വൺ ഓഫ് ദ എക്സ്ട്രീം എൻഡ് എന്നല്ലേ. അപ്പൊ ബി നമുക്ക് ഇവിടെ ആക്കാം. ഓക്കെ, 3 persons സിറ്റ് ബിറ്റ്വീൻ ഡി ആൻഡ് ബി. ഡിക്കും ബിക്കും ഇടയിൽ 3 പേര്. 1 2 3. അപ്പൊ ഡി ഇവിടെ ആക്കാം. ഓക്കെ, 2 persons സിറ്റ് ബിറ്റ്വീൻ ഡി ആൻഡ് എ. ഡിക്കും എക്കും ഇടയിൽ 2 ആൾക്കാരുണ്ട്. സി സിറ്റ് ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സി നമുക്ക് ഇവിടെയാണ്. ഓക്കെ, ലെഫ്റ്റ് സി സിറ്റ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ ആകുമ്പോൾ സി ഇവിടെ ആയിരിക്കും. എഫ് സിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് സി. എഫ് ലെഫ്റ്റ് ഓഫ് സി ആണ്. ബട്ട് ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് സി. അപ്പൊ എന്താണ്? എഫ് സിറ്റ് ടു ലെഫ്റ്റ് ഓഫ് സി ബട്ട് നോട്ട് ദ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എഫ് എവിടെ വരയ്ക്കാൻ പറ്റും? ഇമ്മീഡിയറ്റ് നൈബർ അല്ലാത്തതുകൊണ്ട് ലെഫ്റ്റ് വരുമ്പോൾ ഇവിടെ വരാൻ പറ്റുള്ളൂ. മോർ ദാൻ 2 persons സിറ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഇ. എഫിനും ഇക്കും ഇടയിൽ എന്താണ്? മോർ ദാൻ 2 persons സിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ എവിടെ വരത്തുള്ളൂ? ഇവിടെ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഈ നമ്മൾ ഇവിടെയും പൊസിഷൻ എഴുതി. അപ്പൊ ഇനി ബാക്കി ആരാ ഉള്ള? എ ബി സി ഡി എഫ് ജി ആണ്. അപ്പൊ ജി ഇനി ബാക്കി ഇവിടെ എല്ലാം വരാൻ പറ്റൂ? ജി ഇനി ഇവിടെ വരാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഒരു പൊസിഷൻ അല്ല വരുന്നതെന്ന് മനസ്സിലായി. 2 കണ്ടീഷൻ ഓൾറെഡി ബിക്ക് വരുമായിരുന്നു. ബി ഇവിടെയും വരാൻ പറ്റുമായിരുന്നു. ബി റൈറ്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള സ്ഥലത്ത് ഇവിടെയും വരാൻ പറ്റുമായിരുന്നു. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? നിങ്ങൾ
ഒന്ന് സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കൂ. FDGCABE എന്നുള്ള രീതിയിൽ നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കിനി എന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ മെനി പേഴ്സൺ സിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് എഫ്? എഫിന്റെ ലെഫ്റ്റ് ഓഫ് ആരാണുള്ളത്? എഫിന്റെ ലെഫ്റ്റിൽ ആരുമില്ല, നണ്ണാണ്. എഫ് ആണ് എക്സ്ട്രീം എൻഡിലുള്ളത്, നണ്ണാണ് ആൻസർ ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ടോ, ഹു എമോങ് ദ ഫോളോയിങ് സിറ്റ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ജി? ജിയുടെ തേർഡ് റൈറ്റിൽ വരുന്നതാണ് ആരാണെന്നാണ് ചോദിച്ചത്. ആരാണ് വരുന്നത്? തേർഡ് റൈറ്റിൽ ബി ആണ് വരുന്നത്. ആരാണ്? ബി ആണ് തേർഡ് റൈറ്റിൽ വരുന്നത്. ബി ആണ് തേർഡ് റൈറ്റിൽ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഹു എമോങ് ദ ഫോളോയിങ് പേഴ്സൺ സിറ്റ് അറ്റ് ദ എക്സ്ട്രീം എൻഡ്സ്? എക്സ്ട്രീം എൻഡ്സിൽ വരുന്നത് ആരാണെന്നാണ് ചോദിച്ചത്. ആരൊക്കെയാണ് വരുന്നത് എക്സ്ട്രീം എൻഡ്സിൽ? നമുക്ക് വന്നിരുന്ന പൊസിഷൻ ഇങ്ങനെയായിരുന്നു, FDGCABE ഈ രീതിയിലാണ് നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ എക്സ്ട്രീം എൻഡ്സിൽ എഫ് ആൻഡ് ഇ ആണ് വരുന്നത്. സോ എഫ് ഇ ആണ്. ഹു എമോങ് ദ ഫോളോയിങ് സിറ്റ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ്? ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഇയുടെ ആരാണ് വരുന്നത്? ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി. ഹു എമോങ് ദ ഫോളോയിങ് സിറ്റ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഇ എന്ന് പറയുമ്പോൾ ആരാണ് വരുന്നത്? ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആരാണ്? ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. ഓൾ ചെയർ ആർ എന്താണ്? സോഫ. ഓൾ ചെയർ ആർ സോഫ എന്ന് പറഞ്ഞിട്ടുണ്ട്. only a few sofa are bed. only a few sofa are എന്താണ്? ബെഡ് ആണ്. no bed are curtains. no bed are ഇത് ചെയർ ആണ്. no bed are curtains. conclusion, some sofas are not a bed. some sofas are not bed. correct ആണ്. ഒന്നാമത്തെ കൺക്ലൂഷൻ. രണ്ട്, some sofas are not curtains. some sofas are not curtains. okay, it is also എന്താണ്? ശരിയാണ്. സോ നമുക്കിവിടെ എന്ത് വരും? നമുക്കിവിടെ ബോത്ത് കൺക്ലൂഷൻ എന്നുള്ള ഒരു രീതിയിലേക്ക് വരും. ബോത്ത് കൺക്ലൂഷൻ എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. There are certain number of persons sitting in a row facing towards north direction. A sit to the fifth to the right of B. A എവിടെയാണ്? B ഇവിടെയാണെങ്കിൽ അഞ്ചാമത് 1 2 3 4 5. അപ്പൊ ഇവിടെയാണ് A എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 persons sit between C and B. സിക്കും ബിക്കും ഇടയിൽ 2 പേഴ്സൺ. സി ഇവിടെയാണെന്ന് നോക്കാം. D sit fourth to the left of C. D എത്രയാണ്? ലെഫ്റ്റ് 1 2 3 4. ഡിയുടെ പൊസിഷൻ കിട്ടി. ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി. 4 പേഴ്സൺ സിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി. ഡിക്ക് ലെഫ്റ്റില് 4 പേര്. 1 2 3 4 പേര്. നമ്പർ ഓഫ് പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ ഡി ആൻഡ് ബി സെയിം ആസ് നമ്പർ ഓഫ് പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ ബി ആൻഡ് എഫ്. അപ്പൊ ബി ആൻഡ് എഫ്, ബി എഫ് ഇവിടെ വരും. ഡിക്കും ബിക്കും ഇടയിൽ ആരുമില്ല. സോ ഡിക്കും എഫിനും ഇടയിലും എന്താണ്? ആരുമില്ല. എഫ് സിറ്റ് അറ്റ് ദ ഫോർത്ത് പൊസിഷൻ ഫ്രം വൺ ഓഫ് ദ എക്സ്ട്രീം എൻഡ്സ്. അപ്പൊ ഏതോ ഒരു എക്സ്ട്രീം എൻഡ്സിൽ നിന്ന് എഫ് എത്രയാണ്? ഫോർത്ത് പൊസിഷനിലാണ്. അപ്പം 1 2 3 4 എക്സ് കറക്റ്റ് ആണ്. ഇങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നോക്കി വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും ഇത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഹൗ മെനി പേഴ്സൺസ് സിറ്റ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി? ബിക്കും ഡിക്കും ഇടയിൽ ആരാണ് ഉള്ളത്? എത്ര പേരുണ്ട്? നൺ, ആരുമില്ല. ഹൗ മെനി പേഴ്സൺസ് സിറ്റ്സ് ഇൻ ദ റോ? എത്ര പേരുണ്ട്? എത്ര പേരാണുള്ളത്? നമുക്ക് ഇങ്ങനെയായിരുന്നു കിട്ടിയത്. ഈ ഒരു രീതിയിലാണ് കിട്ടിയത്. അപ്പൊ ടോട്ടൽ എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 9 10 11. അപ്പൊ 11 ആണ് നമുക്ക് കിട്ടുന്നത്.
സോ നമുക്ക് ഇവിടെ നൺ ഓഫ് ദീസ് കൊടുക്കാം. ഹു എമോങ് ദ ഫോളോയിങ് സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എ? ഇതെന്താണ്? നൺ ഓഫ് ദീസ് ആണ് വരുന്നത്. സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എ ആരുമില്ല, നൺ ഓഫ് ദീസ് കിട്ടും. How many such pairs of letters are there in the meaningful word matches, each of which has many letters between them in the word as in the English alphabet? അപ്പോൾ how many such pairs of letters are there in the meaningful word matches? From MATCHES. നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് MA, ഓക്കെ, ഇവിടെ എയും സിയും ഉണ്ട്. ഇപ്പൊ എയുടെ സിയുടെ ഇടയ്ക്ക് ബി ആണുള്ളത്, വൺ ലെറ്റർ ആണ്. അപ്പൊ ഇവിടെ ഒരു ലെറ്റർ തന്നെ വരുന്നുള്ളൂ. സോ നമുക്ക് ഇവിടെ ഒരു പെയർ അതെടുക്കാം. രണ്ട്, ഈ CH എടുക്കൂ, ABCD ആണ്, ഒരു ലെറ്ററേ വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ വൺ ലെറ്ററേ ഉള്ളൂ. സോ അതൊരു രണ്ടാമത്തെ പെയർ എടുക്കാം. നമുക്ക് തിരിച്ചു വല്ലതും കിട്ടുമോ? STUV ഇവിടെയാണ്. അപ്പൊ സോ ഇവിടെ ഡിഫറൻസ് കൂടുതലാണ്. UVWXYZ എന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നില്ല അല്ലെ? ഇവിടെ ഒരുപാട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഒരു പെയറും ഇവിടുന്ന് കിട്ടുന്നില്ല. സോ ആൻസർ വിൽ ബി 2 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് വേറൊരു ക്ലാസ്സിലൂടെ നോക്കാം.